ജയരാജനെ LDF കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റിയതിന് പിന്നാലെ പ്രതിരോധത്തിലായി ഇടതുമുന്നണി. പാർട്ടി നടപടിയുടെ ഭാഗമായി ഒഴിവാക്കിയതോടെ EP ജയരാജന്റെ തുടർ നീക്കങ്ങൾ നിർണായകമാണ്. കൂടുതൽ നടപടികൾക്ക് സാധ്യതയില്ലെങ്കിലും ചുമതലകളില്ലാതായതോടെ EP ജയരാജന്റെ തുടർ നീക്കങ്ങൾ വീക്ഷിക്കുകയാണ് CPM. EP ജയരാജനെ LDF കൺവീനർ സ്ഥാനത്ത് നിന്ന് CPM മാറ്റിയത് പാർട്ടി കേന്ദ്ര നേതൃത്വവുമായി കൂടിയാലോചിച്ച ശേഷമാണ്. ഏറെ നാളായി ഉയരുന്ന വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ ഉചിതമായ തീരുമാനമെടുക്കാൻ പാർട്ടി സംസ്ഥാന ഘടകത്തിന് PB അനുമതി നൽകിയിരുന്നു. എന്നാൽ പാർട്ടി സമ്മേളനങ്ങൾ നടക്കുന്നതിനാൽ EPക്കെതിരെ കൂടുതൽ നടപടികൾക്ക് സാധ്യതയില്ലെങ്കിലും ചുമതലകളില്ലാതായതോടെ EP ജയരാജന്റെ തുടർ നീക്കങ്ങൾ വീക്ഷിക്കുകയാണ് CPM. കേരളത്തിലെ നേതൃത്വത്തിൽ വലിയൊരു മാറ്റത്തിന് ഇടയാക്കുന്ന തീരുമാനമാണ് സംസ്ഥാന ഘടകം കൈക്കൊണ്ടിരിക്കുന്നത്. ഡിവൈഎഫ്ഐയുടെ ആദ്യ അഖിലേന്ത്യാ പ്രസിഡന്റായിരുന്ന EP ജയരാജൻ പാർട്ടി കേന്ദ്ര കമ്മിറ്റിയിലെയും ഏറ്റവും മുതിർന്ന നേതാക്കളിൽ ഒരാളാണ്. തന്നേക്കാൾ ജൂനിയറായ MA ബേബിയും പിന്നീട് MV ഗോവിന്ദനും പാർട്ടി പോളിറ്റ് ബ്യൂറോയിൽ എത്തിയതിലെ കടുത്ത അതൃപ്തി EP ജയരാജന് ഉണ്ടായിരുന്നു. പലപ്പോഴായി ഉയർന്ന വിവാദങ്ങൾ CPM കേന്ദ്ര നേതൃത്വത്തിൽ ഉണ്ടാക്കിയ അതൃപ്തിയും EP ജയരാജനെ ഏറ്റവും ഉയർന്ന ഘടകത്തിൽ ഉൾപ്പെടുത്താത്തതിന് കാരണമായിരുന്നു. ബന്ധു നിയമന വിവാദം ഉയർന്നപ്പോൾ പിണറായി വിജയൻ പിന്തുണച്ചെങ്കിലും കേന്ദ്ര നേതാക്കൾ ഇടപെട്ടാണ് മന്ത്രിസ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തിയത്. തെരഞ്ഞെടുപ്പ് ദിനത്തിൽ EP നടത്തിയ പ്രസ്താവനയിൽ പാർട്ടിക്കകത്തും മുന്നണിയിലും ഉയർന്ന അസ്വസ്ഥത സംസ്ഥാന നേതാക്കൾ കഴിഞ്ഞ PB യോഗത്തിൽ അറിയിച്ചിരുന്നു. സംസ്ഥാന തലത്തിൽ ചർച്ച ചെയ്ത് തീരുമാനമെടുക്കാനുള്ള നിർദ്ദേശമാണ് PB നൽകിയതും. BJP കേരള പ്രഭാരി പ്രകാശ് ജാവദേക്കറെ കണ്ട വിഷയം അവഗണിച്ചു പോകാനാകില്ല എന്നായിരുന്നു സംസ്ഥാന കമ്മിറ്റിയിലും സെക്രട്ടേറിയറ്റിലും നേതാക്കളുടെ വികാരം. ഒരു ഭാഗത്ത് തനിക്കെതിരായ സഖ്യം രൂപപ്പെടുമ്പോൾ എക്കാലത്തും കരുത്ത് കാട്ടി EP ജയരാജന്റെ തുടർ നീക്കങ്ങളും കൂടുതൽ നടപടി ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ നിർണായകമാകും. ജനം, തിരുവനന്തപുരം.